ചേട്ടാ മമ്മൂക്ക ഖാലിദ് റഹ്മാന്റെ സാധനം ഇറങ്ങി കണ്ടായിരുന്നോ? എന്റെ പൊന്നെ മോനെ, ദേ മമ്മൂക്ക വീണ്ടും തൂക്കാൻ പറ്റണ്ടാ. യൂത്തന്മാരെ തൂക്കാൻ വേണ്ടി ദേ ഇറങ്ങിയേക്കണ. യൂത്തന്മാരൊക്കെ ഒന്നും അല്ലട്ടാ മമ്മൂക്കയുടെ മുമ്പിൽ. അറിയാല്ല, ഒരു വെല്ലുവിളിയാണെങ്കിൽ പണ്ടാറം എന്താല്ലേ വന്നിണ്ട്. ഖാലിദ് റഹ്മാനാണ് ഡയറക്ടർ. തല്ലുമാലയുടെയൊക്കെ ഓളം നിങ്ങൾക്ക് അറിയാല്ല. തിയേറ്റർ ഇളക്കി മറിച്ചതാണ് തല്ലുമാല എന്ന് പറഞ്ഞ സിനിമ. അതിന്റെ ഡയറക്ടർ ഖാലിദ് റഹ്മാൻ. യൂത്തന്മാർക്കൊരു വെല്ലുവിളിയായിട്ട് മമ്മൂക്കാനെ വെച്ചിട്ട് ഒരു സാധനം ചെയ്യുന്നുണ്ട്. അതിന്റെ ടൈറ്റിൽ പോസ്റ്ററാണ് മോനെ ദേ ഇറങ്ങിയേക്കണേ. ഇത് കാണണ മക്കളെ, നിങ്ങൾ വീണ്ടും വരാടാ നമ്മുടെ മമ്മൂക്ക. അത് പെരുന്നാളിന് തന്നെ, ആ ചെറിയ പെരുന്നാളിലാണ് അതിന്റെ പോസ്റ്റർ, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറക്കിയത്. നിങ്ങൾ മനസ്സിലാക്കണം. ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ ഡയറക്ടർ സൂപ്പർ. അതിന് ഈ തല്ലുമാല എന്ന് പറയുന്ന സിനിമ ചെയ്ത ഖാലിദ് റഹ്മാൻ, മമ്മൂക്ക എന്ന് പറയുന്ന ആ യൂത്തന്മാരെ പിടിച്ച് കുലുക്കുന്ന ഒരു സാധനം ദേ വന്നേക്കണ്. കണ്ടോ? ഇതൊക്കെയാണ് മക്കളെ സിനിമ. മമ്മൂക്കാനെ ഒന്ന് പിടിക്കാനായിട്ട് ഇവിടെ ആര് പുറകെ ഓടിയിട്ടും കാര്യമില്ല കേട്ടോ. സ്റ്റൈലിഷ് അല്ലേ പുള്ളിക്കാരൻ. അതൊക്കെ മാറ്റും പുള്ളി. ഹെയർ സ്റ്റൈൽ മാറ്റും, പുള്ളിയുടെ കോസ്റ്റ്യൂം മാറ്റും. എന്താ സ്റ്റൈലല്ലേ വന്ന് നിൽക്കുന്ന പവർ. അപ്പം ഇതൊക്കെ ഈ ഡയറക്ടർമാർക്കൊക്കെ അറിയാം. ഇന്ന ആൾ ഇന്നത് ചെയ്താൽ റെഡി ആവും എന്നറിയാം. യൂത്തന്മാരൊക്കെ അങ്ങോട്ട് മാറിയേക്കും. വയറൊക്കെ ചാടിയൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേർ നടക്കണത്. അതൊക്കെ മാറി. മമ്മൂക്ക എന്താ ദേ വരാണ്, നോക്കിക്കോ നിങ്ങൾ. ഇത് കലക്കം മോനെ. അപ്പൊ പെരുന്നാളിൻ്റെ അന്ന് തന്നെ ഈ ഖാലിദ് റഹ്മാനും മമ്മൂക്കയും തമ്മിലുള്ള ഒരു സിനിമയുടെ പോസ്റ്റർ ഇറങ്ങാന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. എല്ലാവരും അതെ, ഈ യൂത്തന്മാർ പിള്ളേരെ, ഈ ഫാൻസുകാരൊക്കെ ഉണ്ടല്ലോ, നിലം തൊടിക്കൂല. തിയേറ്റർ എന്തായാലും പൂരപ്പറമ്പിന്റെ പൂരപ്പറമ്പായിരിക്കുള്ളൂ. അപ്പൊ ഇതൊന്നും മമ്മൂക്ക എന്താണെന്നറിയോ, ഇടയ്ക്കിടയ്ക്ക് ട്രെൻഡ് പറ്റി. ഇത്ര നാളൊരു അവാർഡ് ജോണർ സബ്ജക്ട് ഇനിയിപ്പോ ഭയങ്കര മാസ് അപ്പിയറൻസ് ആയിരിക്കും അല്ലേ? പിന്നല്ലേ, നിങ്ങളെ പോലുള്ള പ്രേക്ഷകർ ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പുള്ളിക്കാരൻ സാധാരണക്കാരനായിട്ട് അഭിനയിക്കും, ഒരു വീട്ടിലെ കാവൽക്കാരനായിട്ട് അഭിനയിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമായിട്ട് അഭിനയിക്കും, കള്ളിത്തുണിട്ട് അഭിനയിക്കും, ബനിയനിട്ട് അഭിനയിക്കും, ഇതെല്ലാം ചെയ്യും. അത് കഴിഞ്ഞ് ഇതേ നോക്കുമ്പോണ്ടാ നല്ല അടിപൊളി മാസ് ലുക്കിൽ ഇങ്ങോട്ട് വരാണ്. ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി കണ്ണടയൊക്കെ വെച്ച് പുള്ളി ഒരു വേറെ ലെവൽ സാധനമല്ലേ മമ്മൂക്ക. അപ്പോൾ മമ്മൂക്കട ദേ ഇനി നിങ്ങൾ കാത്തിരുന്നോ. ഖാലിദ് റഹ്മാനും മമ്മൂക്കയും കൂടി ഒരു കലക്കാൻ പോവാണ്. തല്ലുമാലയിലും കവച്ചേക്കുന്ന സിനിമ ആയിരിക്കുമല്ലേ. തല്ലുമാല ഉണ്ടാക്കി ഓളം ചില്ലറ ഓളമല്ലല്ലോ. ടോവിനോയുടെ റേഞ്ച് മാറി പോയത് തല്ലുമാല എന്ന സിനിമ കഴിഞ്ഞ പിന്നാണ്. അപ്പം അതേ വരാണ് അടുത്ത സാധനം. മമ്മൂക്ക യൂത്തനായിട്ട് ഫാൻസുകാരൊക്കെ തകർത്ത് തരിപ്പണോ എനിക്ക് അറിയാൻ പാടില്ല എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു. അടിപൊളിയാവട്ടെ സിനിമ, അടിപൊളിയാവട്ടെ. ഓക്കെ മമ്മൂക്ക, ഓക്കെ.